ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓണസദ്യയിലെന്നല്ല ഒരു സദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിക്കറി ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് കേട്ടോ. എനിക്ക് ഇഞ്ചിക്കറി വയ്ക്കാൻ അത്ര നന്നായിട്ടൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അമ്മയാണ് ഇന്ന് മെയിനായിട്ട് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഇന്നത്തെ ഇഞ്ചിക്കറിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഫുള്ള് കണ്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് പോയിട്ട് നമ്മുടെ ഇഞ്ചിക്കറി വയ്ക്കാം. അപ്പം നമ്മുടെ ഈ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇവിടെ ഒരു 1/4 കിലോ ഇഞ്ചിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കുന്നത്. അതിനെതേ നല്ല ചെറുതായിട്ട്, അമ്മ പറഞ്ഞ പോലെ നല്ല ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് നല്ല ലെവലാക്കി വെച്ചിരിക്കണം. ഉരുളി അടുപ്പിൽ വെച്ച് 1/2 കപ്പ് വെളിച്ചെണ്ണ അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കുരുകുരാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി ഇഞ്ചി നല്ലതുപോലെ വറുത്ത് കോരണം. ആ ഇഞ്ചിയുടെ വറവിലാണ് നമ്മുടെ കൂട്ടാത്തിൻ്റെ ഗുണം. അതുകൊണ്ട് ഇഞ്ചി നമുക്ക് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കാം. അമ്മ എങ്ങനെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് ഇഞ്ചിക്കറി അങ്ങനെ വയ്ക്കാൻ ശരിക്കും അറിയത്തില്ല, ഒന്ന് പറഞ്ഞാട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കണത് നമ്മുടെ സ്റ്റൈലിൽ. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വറുത്തെടുക്കുക. വറുത്തെടുത്ത് കഴിഞ്ഞ് ആ എണ്ണ ബാക്കിയുള്ള ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി അതിൽ തന്നെ വാട്ടിയിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടെടുക്കുക. അത് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് പുളി ഇത്തിരി പിഴിഞ്ഞ് ചേർത്ത് റെഡിയാക്കി എടുക്കും. ശർക്കരയും ചേർക്കും. ഓക്കെ. അപ്പം അമ്മ ഇപ്പോൾ ഇതിനകത്ത് പുളി ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നത്? അതാ പുളി ചേർക്കുന്നില്ലേ? ചിലർ പുളി ചേർക്കണത് കാണാം, ചിലർ പുളി ചേർക്കുന്നില്ല. അതെന്താ അങ്ങനെ? പുളി ചേർക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ വിനാഗിരി മാത്രമാണ് ചേർത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെച്ചും കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരുവിധം വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇഞ്ചി ഇടുമ്പോൾ തന്നെ എണ്ണ താഴ്ന്ന് ഇഞ്ചി പൊങ്ങിയും കിടക്കുകയായിരുന്നു. ഇപ്പം ഈ ഇഞ്ചി വാടി നല്ലതുപോലെ ഒരുവിധം ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയപ്പോൾ എണ്ണ തെളിഞ്ഞ് പൊക്കത്തി വരുന്നുണ്ട്. ഇനി ഇത് മൂത്ത് കിട്ടാനുണ്ട്. ഇത്രയും ഭാഗമായിട്ടുണ്ട്. ഇഞ്ചി മൂത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിനെ കോരി മാറ്റി വരും. ഇഞ്ചിയെല്ലാം ഈ പരുവത്തിന് മൂത്ത് നല്ല ഭംഗിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കോരി മാറ്റി. ഇഞ്ചി മൂത്ത എണ്ണയിൽ തന്നെ 1 സ്പൂണ് കടുകിട്ട് കൊടുക്കുക. കൂട്ടി ഉലുവ. ഇപ്പം നമ്മുടെ ഉലുവയും കടുകും നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ച് കരിവേപ്പില കൂടിയിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വറുത്ത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ശരിക്കും അമ്മ, നമ്മുടെ ഈ ഇഞ്ചിക്കറി ഓണത്തിൻ്റെ സമയത്തുള്ള ഈ ഇഞ്ചിക്കറി വെക്കല് ഒരു വലിയ ജോലി തന്നെയാണല്ലേ? ഓണത്തിനുള്ള ചെറുകറി കഴിക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഉള്ളിക്കറി, ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി,
2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് കായപ്പൊടി കൂടിയിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരേക്കും ഇതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ പൊടികളെല്ലാം നല്ലതുപോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ശർക്കരപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് എല്ലാത്തിനെയും കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നത് വരെ ഇതിനെ ചെറു തീയിലിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അമ്മേ, നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ടല്ലോ. അത് ഇത്തിരി കൂടി വെള്ളം വറ്റാനുണ്ട്. ഇലയിൽ ഒഴിക്കുമ്പോൾ ഒഴുകിപ്പോകാത്ത തരത്തിൽ ഇത്തിരി കട്ടിക്ക് വേണം ഇഞ്ചിക്കറി വയ്ക്കാൻ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറിയെല്ലാം വെള്ളം വറ്റി നല്ല ഭംഗിയായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ, പിന്നെ നമ്മുടെ ഇന്നത്തെ ഇഞ്ചിക്കറി ഇത് ഞാനും അമ്മയും കൂടെ ഇന്ന് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ഫ്രണ്ട് ലിറ്റിയുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റും കൂടെ കൊണ്ടിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ഓണം മുതൽ അവൾ എന്നോട് ചോദിക്കുന്നതാണ് ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഇടാനായിട്ട്. അപ്പം ലിറ്റി ഞാനേ അമ്മ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കി നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ അഭിപ്രായമെല്ലാം ഇതിനകത്തോട്ടൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.